തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു 20-കാരൻ ഗുസ്തിക്കാരൻ ന്യൂഡൽഹിയിൽ നടക്കാൻ പോകുന്ന നാഷണൽ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിനായി തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ ഒരു ഫോൺ കോൾ വരുന്നത്. ഒരു സിനിമ ഓഡീഷന്റെ കോൾ. നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പകരം അവൻ ആ ഓഡീഷൻ തിരഞ്ഞെടുക്കുന്നു. കാരണം ആ ഗുസ്തിക്കാരന്റെ പേര് മോഹൻലാൽ എന്നായിരുന്നു. ആ ഫോൺ കോൾ വരുന്നത് ഒരു ദിവസം വൈകിയായിരുന്നെങ്കിലോ, നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന ആ മനുഷ്യന് ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയില്ലായിരുന്നെങ്കിലോ, മോഹൻലാൽ എന്ന നടൻ ഇല്ലായിരുന്നെങ്കിലോ, മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക? നമ്മൾ ഇന്നിവിടെ മലയാള സിനിമയുടെ മറ്റൊരു ടൈം ലൈനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻ ആൾട്ടർനേറ്റ് ടൈം ലൈൻ വെർ മോഹൻലാൽ ഈസ് നോട്ട് ആൻ ആക്ടർ. എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുന്നേ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഏസന. നമ്മൾ ഇവിടെ അധികമാരും സംസാരിച്ചിട്ടില്ലാത്ത കുറച്ച് സിനിമാ വിശേഷങ്ങളാണ് സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്ത് കൂടെ കുടിക്കൂ. ബാഹുബലി ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഞങ്ങളുടെ മുന്നേറ്റ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിനകം അറിയാമായിരിക്കും. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മോഹൻലാലിനെ ഈ ചിത്രത്തിൽ നിന്ന് മലയാള സിനിമയിൽ നിന്ന് മാറ്റിയാൽ അത് ഇന്ത്യൻ സിനിമയെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തകർത്തേക്കും. നമ്മൾക്ക് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ യഥാർത്ഥ തുടക്കത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് പലരും വിചാരിക്കുന്നതിനേക്കാൾ നാടകീയമാണ്. 70കളുടെ അവസാനത്തിൽ തിരുവനന്തപുരത്തെ ഒരു കൂട്ടം കോളേജ് സുഹൃത്തുക്കൾ ക്യാന്റീനിലെ ബെഞ്ചുകളിലും KSRTC ബസ് യാത്രകളിലുമായി സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ട് സമയം ചെലവഴിച്ചു. അവരിൽ ഒരാളായിരുന്നു സൈക്കോളജി MA വിദ്യാർത്ഥിയായ പ്രിയദർശൻ. മറ്റൊരാൾ ഗുസ്തി ഗോതയ്ക്ക് പുറത്ത് മറ്റൊരു പ്ലാനും ഇല്ലായിരുന്ന മോഹൻലാൽ. 78കളിൽ പ്രിയദർശൻ, മോഹൻലാൽ, നടൻ ജഗദീഷ്, ഗായകൻ MG ശ്രീകുമാർ തുടങ്ങി ഏതാനും പേരടങ്ങുന്ന അതേ സുഹൃത്ത് വലയം സിനിമയോടുള്ള ഇൻട്രസ്റ്റ് കാരണം തിരനോട്ടം എന്നൊരു അമച്വർ ഫിലിം നിർമ്മിച്ചു. കഥയ്ക്കൊരു സൈക്കോളജിക്കൽ ആംഗിൾ ആവശ്യമായിരുന്നതിനാലും അത് അദ്ദേഹത്തിന്റെ ഡിഗ്രി വിഷയമായിരുന്നതിനാലും പ്രിയദർശൻ അതിന്റെ രചനയിൽ സഹായിച്ചു. ബുദ്ധിമാന്യമുള്ള ഒരു വേലക്കാരന്റെ വേഷമാണ് മോഹൻലാൽ അതിൽ ചെയ്തത്. ക്യാമറയ്ക്ക് മുന്നിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വേഷം. സിനിമ സെൻസർഷിപ്പിൽ കുടുങ്ങി 25 വർഷത്തോളം അത് പുറത്തിറങ്ങിയില്ല. 80 തുടങ്ങിയപ്പോ മോഹൻലാൽ ഒരു നടനായിരുന്നില്ല, അദ്ദേഹം ഒരു ഗുസ്തിക്കാരനായിരുന്നു. നിലവിലെ സംസ്ഥാന ചാമ്പ്യൻ, ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മിടുക്കൻ. അവിടെ വെച്ചാണ് ആ വഴിത്തിരിവ് സംഭവിക്കുന്നത്. ഡൽഹിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിന് തൊട്ടു മുന്നേ മോഹൻലാലിന് ഒരു കോൾ വരുന്നു. സംവിധായകൻ ഫാസിൽ തന്റെ പുതിയ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന്റെ കാസ്റ്റിംഗ് കോൾ ആയിരുന്നു അത്. വില്ലനായി അഭിനയിക്കാൻ ഒരാൾ വേണമായിരുന്നു. ചാമ്പ്യൻഷിപ്പിന് പകരം അദ്ദേഹം ആ ഓഡിഷൻ തിരഞ്ഞെടുത്തു. ആ ഓഡിഷനിൽ വിധികർത്താക്കളിൽ 3 പേർ അദ്ദേഹത്തിന് 100-ൽ 10-ൽ താഴെ മാർക്കാണ് നൽകിയത്. എന്നാൽ ഫാസിലിനും സഹവിധികർത്താവായ ജിജോ പുന്നൂസിനും കുറച്ച് വ്യത്യസ്തമായ ഒന്നാണ് വേണ്ടിയിരുന്നത്. ഭയപ്പെടുത്തുന്നതിന് പകരം ലജ്ജയുള്ള അസാധാരണനായ ഒരു വില്ലനെ. അവർ അദ്ദേഹത്തിന് 100-ൽ 95 മാർക്കും നൽകി. ഫാസിലിന്റെ ആ തീരുമാനം വിജയിച്ചു. മോഹൻലാലിന് അങ്ങനെ ആ വേഷം ലഭിച്ചു. നരേന്ദ്രൻ, നിശബ്ദനായ ഒരു സാഡിസ്റ്റ് ഭർത്താവ്. 80കളിലെ ക്രിസ്മസ് ദിനത്തിൽ ചിത്രം റിലീസായപ്പോൾ അത് വലിയൊരു സെൻസേഷനായി മാറി. 7 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ചിത്രം 1 കോടിയിലധികം രൂപ നേടി. കൂടാതെ ഔദ്യോഗികമായി യാതൊരു പരിശീലനമില്ലാത്ത 20-കാരൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പുതുമുഖമായി മാറി. ഇതൊരു അതിശോക്തിയല്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ഒരു ഫോൺ കോൾ, ഒരു തീരുമാനം, അങ്ങനെ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു റെസ്ലിംഗ് കോച്ചിന് പകരം മോഹൻലാലിനെ ലഭിച്ചു. അപ്പൊ ആ കോൾ ഒരു ദിവസം വൈകി വന്നിരുന്നെങ്കിലോ, അദ്ദേഹം ഇതിനകം ട്രെയിനിൽ കയറിയിരുന്നെങ്കിലോ, ഒരു പക്ഷേ അദ്ദേഹം നാഷണൽസ് ജയിക്കുമായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം ഒരു റെസ്ലിംഗ് കോച്ചോ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററോ ആകുമായിരുന്നു. അതിനുള്ള അച്ചടക്കം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. രസകരമായ കാര്യം എന്തെന്നാൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും മോഹൻലാൽ നല്ലൊരു ബിസിനസ്മാൻ കൂടെയാണ്. അതിനാൽ ആ മറ്റൊരു പാരലൽ വേൾഡിൽ അദ്ദേഹം വെറും ഒരു വ്യക്തിയായിരിക്കാം. ട്രോഫികൾ സൂക്ഷിച്ചു വെച്ച, സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ബഹുമാനിക്കപ്പെടുന്ന കേരളത്തിലെ ബിസിനസ്സുകാരൻ. അത് തികച്ചും മികച്ചൊരു ജീവിതം തന്നെയാണ്. എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെ കുറിച്ചല്ല. കാരണം ഒരു നടനെ ഇല്ലാതാക്കുന്നത് ഒരു മനുഷ്യന്റെ കരിയർ മാത്രം ഇല്ലാതാക്കുന്നതല്ല, അദ്ദേഹം നിലനിന്നിരുന്നത് കൊണ്ട് മാത്രം കെട്ടിപ്പടുത്തപ്പെട്ട എല്ലാം അത് മായ്ച്ചു കളയുന്നു. നമുക്ക് 1-ാം ദിവസം മുതൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രിയദർശൻ. തിരനോട്ടം പെട്ടിയിലായിട്ടും ആ സൗഹൃദം മങ്ങിയില്ല. 84-ൽ പൂച്ചയ്ക്കൊരു മുക്കുത്തി എന്ന ചിത്രത്തിലൂടെ പ്രിയദർശൻ സംവിധായകൻ എന്ന നിലയിൽ തന്റെ ആദ്യത്തെ യഥാർത്ഥ അവസരം ലഭിച്ചു. അതിൽ മോഹൻലാലിനെ നായകനാക്കി. അതൊരു സർപ്രൈസ് ഹിറ്റായിരുന്നു. അടുത്ത 4 പതിറ്റാണ്ടുകളിലായി അവർ ഒരുമിച്ച് 40-ലധികം സിനിമകൾ ചെയ്തു. കിലുക്കം, ബോയിങ് ബോയിങ് തുടങ്ങിയ കോമഡികൾ, കാലാപാനി പോലുള്ള ഡ്രാമകൾ, കൂടാതെ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പീരിയഡ് ചിത്രമായ മരക്കാർ, അറബിക്കടലിന്റെ സിംഹവും. ഇവിടെയാണ് ഊഹങ്ങൾക്കതീതമായ ഒരു കാര്യം വരുന്നത്. പ്രിയദർശൻ തന്നെ സ്വന്തം വാക്കുകളിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്.
മോഹൻലാലിന്റെ സ്റ്റാർഡം വഴികൾ തുറന്നില്ലായിരുന്നെങ്കിൽ തനിക്കൊരു സംവിധായകൻ എന്ന നിലയിൽ ഒരു കരിയർ ഉണ്ടാകുമായിരുന്നെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അക്കാലത്ത് ഒരു നിർമ്മാതാവ് തങ്ങളുടെ സിനിമയ്ക്ക് പച്ചക്കൊടി കാണിക്കണമെങ്കിൽ ഒരു വലിയ താരത്തിന്റെ ഡേറ്റ് ഉറപ്പിക്കേണ്ടതുണ്ടായിരുന്നു. മോഹൻലാൽ ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാതെ അദ്ദേഹത്തിന് ആ ഡേറ്റുകൾ നൽകി. കഥയോ വേഷമോ ഒന്നും നോക്കാതെ വെറും വിശ്വാസം മാത്രം. അതിനാൽ ആ ടൈം ലൈനിൽ നിന്ന് മോഹൻലാലിനെ മാറ്റിയാൽ നിങ്ങൾക്ക് കുറച്ച് സിനിമകൾ മാത്രമല്ല നഷ്ടപ്പെടുക, ഒരു സംവിധായകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പ്രിയദർശനെ പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കിലുക്കമില്ല, ചിത്രമില്ല, കാലാപാനിയില്ല, ഒരു വലിയ ഫിലിമോഗ്രഫി തന്നെ ഇല്ലാതാകുന്നു. കാരണം ആ ആദ്യത്തെ തുടക്കം അവിടെ സംഭവിക്കുന്നില്ല. 4 പതിറ്റാണ്ടുകളിലായി മലയാളം എഴുത്തുകാർ ടൈപ്പ് ചെയ്യുമ്പോൾ എഴുതുമ്പോൾ മോഹൻലാലിന്റെ മുഖം മനസ്സിൽ കണ്ട് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ദേവാസുരത്തിലെ നീലകണ്ഠന്റെ ഗാംഭീര്യവും തന്മാത്രയിലെ രമേശൻ നായരുടെ നിശബ്ദമായ തകർച്ചയും ഇവയൊന്നും പിന്നീട് അദ്ദേഹത്തിന് നൽകപ്പെട്ട വേഷങ്ങളായിരുന്നില്ല. ആദ്യ പേജ് മുതൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് അവർ രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തെ മാറ്റിയാൽ ഈ കഥകളൊന്നും എഴുതപ്പെടുമായിരുന്നു എന്ന് വ്യക്തമല്ല. അത് ഇതേ രീതിയിൽ എഴുതപ്പെടുമായിരുന്നു എന്നത് പിന്നെ പറയേണ്ടതില്ലല്ലോ. നമ്മൾ പ്രിയദർശനെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിനെ കുറിച്ച് പറയാതെ ഈ ചരിത്രം പൂർണ്ണമാകില്ല. മോഹൻലാൽ ഇല്ലായിരുന്നെങ്കിൽ കിരീടത്തിലെ സേതുമാധവനാകുമായിരുന്നത് ആരായിരിക്കും? ദശരഥത്തിലെയോ ചെങ്കോലിലെയോ ഹൃദയം തകർക്കുന്ന ആ ക്ലൈമാക്സ് രംഗങ്ങൾ അത്രത്തോളം പൂർണ്ണതയിൽ അവതരിപ്പിക്കാൻ മറ്റാർക്ക് കഴിയുമായിരുന്നു? 90കളിലെ മലയാളം സിനിമയിലെ ഏറ്റവും മികച്ച ട്രാജിക് ഹീറോ മോഹൻലാലായിരുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും നെഞ്ചോട് ചേർക്കുന്ന ആ ഇമോഷണൽ ഫാമിലി ഡ്രാമകളുടെ സുവർണകാലം ഒരുപക്ഷെ മലയാള സിനിമയിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. ഒരു കാര്യം നമ്മൾ ഉറപ്പായും സമ്മതിച്ചേ മതിയാകൂ. മോഹൻലാൽ എന്ന ഒറ്റയാനിൽ വിശ്വസിച്ച് സിനിമയെടുത്ത നിരവധി സംവിധായകരും എഴുത്തുകാരുമുണ്ട്. ഈ ഒരു നടൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പല വലിയ ഡയറക്ടർമാരും ഈ ലെവലിൽ എത്തില്ലായിരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പല സിനിമകളും ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല എന്നതാണ് സത്യം. മോഹൻലാൽ എന്ന നടൻ ഇല്ലായിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ ഒരു ആക്ടിംഗ് റെഫറൻസ് കൂടിയായിരിക്കും. അദ്ദേഹത്തിന്റെ സൂക്ഷ്മ അഭിനയം എന്ന മാജിക് കണ്ടുപിടിച്ച എത്രയോ നടന്മാർ നമുക്കുണ്ട്. ഫഹദ് ഫാസിൽ, തമിഴ്നടൻ വിജയ് സേതുപതി തുടങ്ങി ഇന്നത്തെ പല മികച്ച നടന്മാരും തങ്ങളുടെ വലിയൊരു ഇൻസ്പിറേഷനായി കാണുന്നത് മോഹൻലാലിനെയാണ്. ആ കണ്ണുകളുടെ ചലനം, വിരൽത്തുമ്പിലെ ചെറിയ അനക്കം, സംഭാഷണങ്ങൾക്കിടയിലെ ചെറിയൊരു നെടുവീർപ്പിൽ പോലും കൊണ്ടുവരുന്ന സ്വാഭാവികത, ഇതൊക്കെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു പാഠപുസ്തകമാണ്. ഈ ഒരു സ്കൂൾ ഓഫ് ആക്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല റിയലിസ്റ്റിക് പ്രകടനങ്ങൾക്കും ഒരടിത്തറ തന്നെ ഇല്ലാതാകുമായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കണക്കുകളെ കുറിച്ച് സംസാരിക്കാം. കാരണം ഇവിടെയാണ് കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് മാറുന്നത്. 2000 നരസിംഹം 200 ദിവസം ഓടുകയും 20 കോടി രൂപ കടക്കുകയും ചെയ്തു. അക്കാലത്തെ കേരള ബോക്സ് ഓഫീസ് റെക്കോർഡായിരുന്നു അത്. 2013 ദൃശ്യം 75 കോടി കടന്നു. മലയാളത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറി. തുടർന്ന് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, എന്തിനേറെ പറയുന്നു കൊറിയൻ ഭാഷയിൽ വരെ അത് റീമേക്ക് ചെയ്യപ്പെട്ടു. ലോകം ചുറ്റിയ ഒരു മലയാള സിനിമ 2016 100 കോടി കടക്കുന്ന ആദ്യ മലയാള ചിത്രമായി പുലിമുരുകൻ മാറി. 2019 ലൂസിഫർ 200 കോടി കടക്കുന്ന ആദ്യ മലയാള ചിത്രമായി. 2021 100 കോടി പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ നിർമ്മിച്ച ആദ്യ മലയാള ചിത്രമായി മരക്കാർ മാറി. പതിറ്റാണ്ടുകൾ നീണ്ട കുറഞ്ഞ ബഡ്ജറ്റുകൾക്ക് ശേഷം മോളിവുഡ് ഒടുവിൽ തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളുടെ അതേ സാമ്പത്തിക നിലയിലേക്ക് ഉയർന്ന നിമിഷം അതിന്റെ തിയേറ്റർ കളക്ഷൻ ആ ബഡ്ജറ്റുമായി പൂർണ്ണമായും പൊരുത്തപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ അതിവിടെ വിഷയമേ അല്ല. ആ സിനിമ സംഭവിച്ചു. മോഹൻലാൽ എന്ന പേരിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ഒരു നിർമ്മാതാവ് അത്രയും വലിയ തുക റിസ്ക് എടുത്തതുകൊണ്ട് മികച്ച ക്രാഫ്റ്റിനുള്ള ദേശീയ അവാർഡുകൾ നേടിയ ഒരു 100 കോടി മലയാളം പ്രൊഡക്ഷൻ സാധ്യമായി. 2025 മാത്രം അദ്ദേഹം അത് 2 തവണ കൂടെ ചെയ്തു. L2 എമ്പുരാൻ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമായി മാറി. ഒപ്പം കുറച്ചു കാലത്തേക്ക് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായും. മാസങ്ങൾക്ക് ശേഷം 2025 ഏപ്രിലിൽ റിലീസ് ചെയ്ത തുടരും എന്ന ചിത്രം 230 കോടിയിലധികം കളക്ഷൻ നേടി ചരിത്രം ആവർത്തിച്ചു. അതോടുകൂടെ 100 കോടി പിന്നിടുന്ന അദ്ദേഹത്തിന്റെ 4ാമത്തെ ചിത്രമായി തുടരും മാറി. പുലിമുരുകൻ, ലൂസിഫർ, എമ്പുരാൻ, തുടരും. മറ്റൊരു മലയാള നടനും അടുത്തെത്താൻ പോലും കഴിയാത്ത ഒരു ക്ലബിൽ അദ്ദേഹം ചേർന്നു. 100 കോടിയിലധികം കളക്ഷൻ നേടിയ 4ൽ പരം സിനിമകൾ, ഒരൊറ്റ നടൻ. ഇത് സാധ്യമാണെന്ന് അദ്ദേഹം തെളിയിച്ചതോടെ ഇൻഡസ്ട്രി മുഴുവൻ അതേ സ്കെയിലിന് പിന്നാലെ പായാൻ തുടങ്ങി. നമ്മൾ ഇപ്പോൾ കാണുന്ന വലിയ ബഡ്ജറ്റുള്ള പാൻ ഇന്ത്യൻ തലത്തിലുള്ള മലയാള സിനിമകളുടെ തരംഗം, ഭീമമായ സ്ട്രീമിംഗ് ഡീലുകൾ, പഴയതിനേക്കാൾ വലിയ രീതിയിൽ ചിന്തിക്കുന്ന നടന്മാരും സംവിധായകരും, ആ ആത്മവിശ്വാസത്തിന്റെ വലിയൊരു പങ്ക് മലയാള പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തുമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ച ആ ഒരു മനുഷ്യനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹത്തെ ഈ സമവാക്യത്തിൽ നിന്ന് മാറ്റിയാൽ ആ ആത്മവിശ്വാസം വളർന്നു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അദ്ദേഹത്തിന് മുൻപ് പതിറ്റാണ്ടുകളായി മോളിവുഡ് എന്തായിരുന്നോ
അതുതന്നെയായി ഇന്നും തുടർന്നേക്കാം. തിരക്കഥയിൽ മികച്ചതാകാം, പക്ഷെ വലിയ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരിക്കലും ഇന്നു കാണുന്ന ലെവലിൽ എത്തിയിട്ടുണ്ടാവില്ലെന്ന് 100% ഉറപ്പാണ്. റെക്കോർഡുകൾക്ക് ഒരു ബെഞ്ച് മാർക്കൊന്നും ആരും സെറ്റ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഇനി പറയാൻ പോകുന്ന ചോദ്യം കേരളത്തിന്റെ പകുതി ആളുകളെയും അസ്വസ്ഥരാക്കുന്ന ഒന്നായിരിക്കും. അതിനാൽ നമുക്കത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം. അതിനു മുന്നേ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഒരു ചെറിയ ചാനലാണ് ഞങ്ങളുടേത്. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റുകൾ ഇടുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നമുക്ക് അത്യാവശ്യം വ്യൂസും കിട്ടുന്നുണ്ട്. പക്ഷെ സബ് മാത്രം വളരെ കുറവാണ്. ഈ കാണുന്നവരൊക്കെ സബ് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അത് എന്തായാലും നടക്കില്ലെന്നറിയാം. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മാത്രം സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാമോ? കൂടുതൽ കണ്ടന്റുകൾ ചെയ്യാൻ ഇത് വളരെ പ്രചോദനമായിരിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. മമ്മൂട്ടിയും മോഹൻലാലും പ്രശസ്തരാകുന്നതിന് മുൻപ് തന്നെ സുഹൃത്തുക്കളാണ്. 81 മുതൽ അവർ 50-ലധികം തവണ സ്ക്രീൻ പങ്കിട്ടിട്ടുണ്ട്. ഈയിടെ പാട്രിയോട്ടിലും അവർ ഒരുമിച്ചു. പതിറ്റാണ്ടുകളായി മലയാളിയായിരിക്കുക എന്നതിന് വേറൊരർത്ഥം കൂടെ ഉണ്ടായിരുന്നു. ടീം ലാലേട്ടൻ അല്ലെങ്കിൽ ടീം മമ്മൂക്ക എന്നിങ്ങനെ ഒരു പക്ഷം തിരഞ്ഞെടുക്കുക. തങ്ങൾക്കിടയിൽ ഒരു ശത്രുത പോലും ഇല്ലെന്ന് മോഹൻലാൽ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതൊരു ആരോഗ്യപരമായ മത്സരം മാത്രമായിരുന്നു. മമ്മൂട്ടി ചെയ്ത പല വേഷങ്ങളും തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരോഗ്യപരമായ മത്സരം എപ്പോഴും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ രണ്ടു മനുഷ്യർ കൂടുതൽ മികച്ചവരാകാൻ പരസ്പരം നിശബ്ദമായി പ്രേരിപ്പിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾ ചിലവഴിച്ചു. അങ്ങനെയെങ്കിൽ സത്യസന്ധമായ ഒരു ചോദ്യം ഇതാണ്: മോഹൻലാൽ കുറച്ച് വർഷങ്ങൾ കൂടുമ്പോഴും പുതിയൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, തൊട്ടടുത്ത തിയേറ്ററിൽ നിന്നുള്ള ആ സൗഹൃദപരമായ സമ്മർദ്ദം ഇല്ലായിരുന്നെങ്കിൽ മമ്മൂട്ടി അതേ റിസ്കുകൾ എടുക്കുമായിരുന്നോ? അദ്ദേഹം ഇത്രയും തവണ തന്നെ മാറ്റി എഴുതുമായിരുന്നോ? നമുക്ക് യഥാർത്ഥത്തിൽ ഇതറിയില്ല. എന്നാൽ നിങ്ങളെ പിന്തുടരാൻ ആരുമില്ലാത്തപ്പോൾ നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷൻ ആകുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ മലയാള സിനിമയ്ക്ക് മോഹൻലാലിനെ മാത്രമല്ല വേണ്ടിയിരുന്നത്. അവർ രണ്ടുപേരും ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നതിന് അവർ പരസ്പരം മത്സരിച്ച് മുന്നേറാൻ രണ്ടുപേരെയും ആവശ്യമായിരുന്നിരിക്കാം. അപ്പൊ മോഹൻലാൽ ഇല്ലാത്ത ആ യൂണിവേഴ്സിൽ മമ്മൂട്ടി ഇന്ന് കാണുന്ന ലെവലിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. അവാർഡുകൾ. 2001 പത്മശ്രീ, 2019 പത്മഭൂഷൺ, മികച്ച നടനുള്ള 2 ദേശീയ അവാർഡുകൾ, 91 ഭരതം, 99 വാനപ്രസ്ഥം. തന്റെ കരിയറിൽ നേടിയ നിരവധി ദേശീയ ചലച്ചിത്ര അവാർഡുകൾക്ക് പുറമെയാണിത്. 2009 ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. അദ്ദേഹത്തിന്റെ റേഞ്ച് ഭാഷാ അതിരുകളും കടന്നു. 97 മണിരത്നത്തിന്റെ തമിഴ് ചിത്രമായ ഇരുവർ. 2002 കമ്പനി എന്ന ഹിന്ദി ക്രൈം ഡ്രാമ. ജൂനിയർ NTRനൊപ്പം തെലുങ്കിൽ ജനതാ ഗാരേജ്. അദ്ദേഹം അങ്ങനെ ഇന്ത്യയിലൊട്ടാകെ പടർന്നുകൊണ്ടിരുന്നു. 2025 സെപ്റ്റംബറിൽ വെറും 65-ാം വയസ്സിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി അദ്ദേഹം മാറി. സത്യജിത് റേ, ലതാ മങ്കേഷ്കർ, അമിതാഭ് ബച്ചൻ തുടങ്ങിയ ഇതിഹാസങ്ങൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ സിനിമയിലെ പരമോന്നത ബഹുമതിയാണിത്. ആ വേദിയിൽ വെച്ച് അദ്ദേഹം സിനിമ തന്റെ ആത്മാവിന്റെ മിടിപ്പ് എന്ന് വിളിച്ചു. ആ അവാർഡുകളൊക്കെ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയെ തല ഉയർത്തി നിൽക്കാൻ സഹായിച്ചു. അപ്പൊ മോഹൻലാൽ ഇല്ലാത്ത ആ പാരലൽ വേൾഡിൽ, ഈ അവാർഡൊന്നും ഇല്ലാത്ത മലയാള സിനിമയെ എങ്ങനെയായിരിക്കും ലോകം നോക്കിക്കാണുന്നത്? വലിയ ചേഞ്ച് തന്നെ അവിടെ ഉണ്ടാകും. ഇതൊക്കെ സ്വപ്നങ്ങളായി മാറും. പലരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. 5 ഭാഷകളിലായി 350-ലധികം സിനിമകൾ, 45 വർഷങ്ങൾ. അദ്ദേഹം ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഓഡിഷന് പോകുന്നതിന് പകരം അദ്ദേഹം ഡൽഹിയിലേക്കുള്ള ട്രെയിൻ കയറിയിരുന്നെങ്കിൽ ഈ വലിയ ബയോഡാറ്റയിലെ ഓരോ വരിയും ഇല്ലാതാകുമായിരുന്നു. എന്നാൽ സത്യം പറയട്ടെ, ഈ പറയുന്ന കോടിക്കണക്കുകളും അവാർഡുകളും ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഒന്നുമല്ല ഇതിലെ പ്രധാന വിഷയം. യഥാർത്ഥ വിഷയം ഇതിലും വളരെ വലുതാണ്. അത് മിക്കവാറും എല്ലാ മലയാളി കുടുംബങ്ങളിലും കാണാൻ കഴിയും. ഒരലസമായ ഞായറാഴ്ച തന്റെ കുട്ടികൾക്കായി നരസിംഹമോ കിലുക്കമോ കിരീടമോ വെച്ച് കിടക്കുന്ന ഒരു അച്ഛൻ. ഒരിക്കൽ പോലും മുടങ്ങാതെ എല്ലാ വർഷവും കുടുംബം ഒന്നടങ്കം കാണാൻ പോകുന്ന ഒരു ഫെസ്റ്റിവൽ റിലീസ്. നമ്മളിൽ പലർക്കും നമ്മുടെ കുട്ടിക്കാലത്തെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല എന്ന വസ്തുത. അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ ചിരി, തോള് ചെരിച്ചുള്ള ആ നടത്തം, ഇതെല്ലാം അഭിനയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപേ നമ്മുടെ ഓർമ്മകളിൽ തുന്നിച്ചേർക്കപ്പെട്ടിരുന്നു. അതാണ് നമ്മൾ മായ്ച്ചു കളയാൻ പോകുന്നത്. കേവലം ഒരു നടനെയല്ല, ഒരു സംസ്ഥാനത്തിന് മുഴുവൻ അവകാശപ്പെട്ട ഒരു ഓർമ്മയെ. അതുകൊണ്ട് ഇല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ഈ മാറ്റി എഴുതിയ ചരിത്രം ആഗ്രഹിക്കുന്നില്ല. അത് സത്യമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ടല്ല നമ്മൾ വാട്ട് ഇഫ് എന്ന് ചോദിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാത്തതിലുള്ള സന്തോഷം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത്. ആ ട്രെയിൻ സ്റ്റേഷൻ വിടുന്നതിന് മുൻപ് ഒരു ഫോൺ റിങ് ചെയ്തു. അങ്ങനെ തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വലിയ കലാകാരനെ മലയാള സിനിമയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ 45 വർഷമായി അദ്ദേഹം എങ്ങനെയായിരുന്നു
അങ്ങനെ തന്നെ തുടരട്ടെ. അദ്ദേഹം കേരളത്തിന്റെ വെള്ളിത്തിരകളുടെ രാജാവായി തന്നെ തുടരട്ടെ. നിങ്ങളുടെ കുട്ടിക്കാലത്തും ഇപ്പോഴുമൊക്കെയായി എവിടെയെങ്കിലും ഒരു മോഹൻലാൽ സിനിമ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് ഏതാണെന്ന് കമന്റുകളിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ ഓരോന്നും വായിക്കുന്നതാണ്. എല്ലാവർക്കും പറയാനുണ്ടാകും മോഹൻലാൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ജീവിത കഥ, അടിയുണ്ടാക്കിയ കഥ, ടിക്കറ്റ് കിട്ടാതെ നിരാശരായ കഥ, സിനിമ കണ്ട് അതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞു നടന്ന കഥ. ആ തോള് ചരിച്ചൊന്നും നടന്നു നോക്കാത്തവർ വളരെ വിരളമായിരിക്കും. നിങ്ങളുടെ കഥ എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തൂ. അടുത്തതായി മറ്റൊരു ഐക്കണിനെ കുറിച്ച് ഞങ്ങൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്.